നമസ്കാരം, ഞാൻ ബിജു എളനാട്. പുതിയതായി കോഴി ഫാം പണിത് കോഴി മേഖലയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ കോഴി കർഷകർക്ക് വേണ്ടി കോഴി ഫാം എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ വാണിംഗ് എല്ലാം കണ്ടല്ലോ. അപ്പോൾ ആ വാണിംഗ് പ്രകാരം ചെയ്യുക. നമ്മളിപ്പോൾ 4000 കോഴിയുടെ ഫാമിലാണ് മരുന്നടിക്കാൻ പോകുന്നത്. അങ്ങനെ മേലെയും താഴെയും അതേപോലെ ടാർപ്പായിലെല്ലാം നമ്മൾ മരുന്നടിക്കണം. 40 ലിറ്റർ വെള്ളത്തിൽ 800 ml ഫോർമാലിനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വീണ്ടും ഇതേപോലെ എടുത്ത് അടിക്കാം. ഇത് കണ്ണിലും മൂക്കിലും വായിലൊന്നും പോവാതെ പ്രത്യേകം സൂക്ഷിക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന കാൽസ്യം സോഡ മണ്ണിൽ ഒഴിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന 40 ലിറ്റർ വെള്ളത്തിലേക്ക് 5 കിലോ കാൽസ്യം സോഡയാണ് നമ്മൾ ഇടുന്നത്. ഇത് ഭയങ്കര ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു ദ്രാവകമാണ്. അതുകൊണ്ട് ഇതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കയ്യിലും കാലിലൊന്നും പെടരുത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രത്തിൽ മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അലുമിനിയം അങ്ങനെയുള്ള പാത്രങ്ങളിൽ എടുത്ത് അത് ഓട്ടയായി പോകും. ഇത് നല്ലപോലെ കൈകൊണ്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഒരു ഇളം പാൽ നിറമാകുമ്പോൾ മാത്രം നമ്മളത് നിർത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ കാൽസ്യം സോഡ മുഴുവൻ നല്ലപോലെ ലയിച്ചു കഴിഞ്ഞു. അത് നമ്മളൊരു ഡ്രമ്മിലാക്കിയിട്ട് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും കൂടി പറയുകയാണ്, ശരീരത്തിലൊന്നും ആവരുത്. ഇതേപോലെ ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ മണ്ണിലേക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാനിത് എടുത്തിരിക്കുന്നത് 40 ലിറ്റർ വെള്ളത്തിലേക്ക് 5 കിലോ ആണ് കാൽസ്യം സോഡ ഞാൻ എടുത്ത് ലയിപ്പിച്ചിരിക്കുന്നത്. അത് തീരുമ്പോൾ അതേപോലെ തന്നെ 40 ലിറ്റർ വെള്ളത്തിലേക്ക് വീണ്ടും 5 കിലോ ഇട്ട് നിങ്ങൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫോഗിംഗ് ആണ്. അതിനായി ഫാമിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിരത്തി വെക്കുക. അതിലേക്ക് 150 ഗ്രാം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടുക. അതിനുശേഷം ഓരോ പാത്രത്തിലേക്കും നമ്മൾ ഫോർമാലിൻ 1/2 ലിറ്റർ വീതമാണ് ഒഴിക്കേണ്ടത്. ഒഴിച്ച ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് ഫാമിൽ നിന്നും പുറത്തു പോകേണ്ടതാണ്. വാതിൽ അടച്ചിട്ട് 24 മണിക്കൂർ വാതിൽ അടച്ചിടേണ്ടതാണ്. ഫോർമാലിൻ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ബക്കറ്റിൽ നിന്നും വെളുത്ത പുകകൾ പൊങ്ങുന്നതായിട്ട് കാണാം. ഈ പുക ഫാമിനുള്ളിലെല്ലാം വ്യാപിച്ച് അതിൻ്റെ ഉള്ളിലെ കീടാണുക്കളെയെല്ലാം നശിപ്പിക്കുവാൻ ഇടയാവും. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫാം തുറന്നു. ഫാം തുറന്നതിന് ശേഷം നമ്മൾ കുമ്മായം വിതറുന്നതാണ് കാണുന്നത്, വീഡിയോയിൽ കാണുന്നത്. ഇതേപോലെ 5000 സ്ക്വയർ ഫീറ്റ് ഫാമിലേക്ക് 40 കിലോ കുമ്മായം എടുത്ത് ഞാൻ ഫാം ഫുള്ളായി ഇതേപോലെ വിതറുകയാണ്. അപ്പോൾ കോഴി കർഷകരെ, ഇങ്ങനെയാണ് ഞാൻ ഫാം ക്ലീൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇതിൽ നന്നായിട്ട് ഫാം ക്ലീൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. ഞാനും അതേപോലെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് തരിക.